ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൂസ്വേഡ്. ഇറ്റ്സ് മീ ശരണ്യ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടൈലറിംഗ് ബിസിനസ് ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടൈലറിംഗ് ബിസിനസ് നമ്മൾ ആരംഭിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് സ്റ്റിച്ചിങ് ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് ഏകദേശം 1 ഇയർ ഒക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത്രത്തോളമുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യേ ഇവക്ക് ഇത്ര എക്സ്പീരിയൻസ്, 1 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എന്നേക്കാൾ ഒത്തിരിയൊക്കെ എക്സ്പീരിയൻസും വർക്ക് ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു ബിഗിനേഴ്സിന് ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം ഇത് ഹെൽപ്ഫുൾ ആണോ അല്ലേ എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ പുറത്ത് പോയി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് വളരെ കുറവാണ്. ഇപ്പോൾ വീട്ടിലിരുന്നാണ് ഞാൻ കൂടുതലും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലിരുന്ന് സ്റ്റിച്ചിങ് ബിസിനസ് നോക്കുന്നവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവക്ക് എക്സ്പീരിയൻസ് കുറവല്ലേ, ഇപ്പോൾ ഇവൾ എന്ത് പറയാനാ എന്ന് ചിന്തിക്കുന്നവർ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വീഡിയോ കാണരുത്. കാര്യം ഞാൻ എൻ്റേതായ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, പക്ഷേ നിങ്ങൾക്ക് ടൈലറിംഗ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതായത് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ്. അതായത് ഏതൊരു തുണി കിട്ടിയാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത്. ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഈ ഒരു ഫീൽഡിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കോൺഫിഡൻസ് മാത്രം പോലെ നിങ്ങൾക്ക് അത് ചെയ്യാനും കൂടി അറിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലരും അതായത് മറ്റുള്ളവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു, അപ്പോൾ സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പലരും സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് പോകും. പക്ഷെ പഠിക്കാൻ പോകുമ്പോഴത്തെ ഒരുപക്ഷെ അവരുടെ ഫാഷൻ അല്ലാത്തത് കൊണ്ടാവാം അവർക്ക് പെട്ടെന്ന് അത് പഠിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല, അവർ വിചാരിക്കുന്ന രീതിയിൽ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ പാടുള്ളൂ. ഒരിക്കലും ഇൻട്രസ്റ്റ് ഇല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്നൊക്കെ കരുതി ഇതിലോട്ട് ഒരിക്കലും വരരുത്. ഏതൊരു ജോലിയായും അതിൻ്റെതായ പാടുണ്ട്. അതിനൊക്കെ സ്റ്റിച്ചിങ്ങും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പം അതിൻ്റെതായ പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അതിനോട് നമുക്കൊരു താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാതെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് അതിനോട് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളും കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ് വേണ്ടത്. ഈ ഒരു കോൺഫിഡൻസ് കൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല. നമുക്കൊരു ഏതൊരു തുണി കൊണ്ട് വന്നാലും നമുക്ക് അവരിൽ നിന്ന് കസ്റ്റമറിന് അത് വാങ്ങിച്ച് നമുക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഫസ്റ്റ് വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള, അതായത് ചുരിദാർ, അതുപോലെ നൈറ്റി, ബ്ലൗസ്, ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഒരാൾക്ക് തച്ചു കൊടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിലേ നമ്മൾ ഈ ടൈലറിംഗ് ബിസിനസ്സിലോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ പഴി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ വരുന്നവർ ചുരിദാർ, അതുപോലെ തന്നെ ബ്ലൗസ്, നൈറ്റി എന്നിവ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അളവെടുക്കുന്നത്, ചിലർക്ക് ബോഡിയിൽ നിന്ന് അളവെടുക്കാൻ അറിയില്ലായിരിക്കും. പക്ഷെ ബോഡി എന്നുള്ളത് കാര്യം ഇവിടെ ഇരുന്നോട്ടെ, എങ്കിലും നമ്മൾ അളവ് ബ്ലൗസ് എന്നെങ്കിലും, അല്ലെങ്കിൽ ബ്ലൗസ് എന്ന് ഉദ്ദേശിക്കുന്ന അളവ് തുണിയാണ് കേട്ടോ, പറഞ്ഞപ്പോൾ ബ്ലൗസ് ആയി പോയതാണ്. അപ്പോൾ അളവ് തുണിയിൽ നിന്ന് നമ്മൾ അളവെടുക്കാൻ പഠിച്ചിരിക്കണം. ആ അളവെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതിയാവും. ബോഡിയിൽ നിന്ന് അളവെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതും കൂടെ അറിഞ്ഞിരുന്നാൽ ബെറ്റർ ആണ്. അതില്ലെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. എന്ന് വെച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ബോഡി അളവ് വേണ്ട, അളവ് ബ്ലൗസ് മതി എന്നൊക്കെ പറഞ്ഞെന്ന് പറയരുത്. ഞാൻ എന്താ പറയണ്ടേ, ഇതിൽ പറഞ്ഞത് നമുക്ക് എല്ലാം അറിഞ്ഞിരുന്നാൽ അത്രയും ബെറ്റർ. ഇല്ലെങ്കിൽ ഇതെങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ബിഗിനറാണ്, അപ്പം നമ്മൾ ഓരോന്നൊക്കെ പഠിച്ചു വരണതേ ഉള്ളൂ. അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്ത് വരുമ്പോഴായിരിക്കും അതിൻ്റെ തെറ്റുകളായാലും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഈ ചെയ്ത് വരുന്നതിലൂടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ, റൂളും കാര്യങ്ങളും പറയുന്നവർ നമ്മൾ മാക്സിമം തിരഞ്ഞെടുക്കാതിരിക്കുക. കാര്യം നമുക്ക് ഓരോരുത്തരെ പറ്റിയും അറിയാമായിരിക്കുമല്ലോ. ചിലർ പറയും ഇത്ര ഫിറ്റിങ് വേണം,
ഇത്ര എന്താ പറയുക നല്ല ഷേപ്പിന് വരണം, അങ്ങനെ കുറേ കണ്ടീഷൻസ് പറയുമല്ലോ. അപ്പോൾ അവരെ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അവർ കൊണ്ടുവരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് അത് എടുക്കാതിരിക്കാൻ നോക്കാം. എന്ന് വെച്ച് നിങ്ങൾക്കത് പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കുക. ഞാൻ അല്ലാത്തൊരു ബിഗിനർ ഒരു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പേടിച്ച് നിൽക്കത്തില്ലേ, നമുക്ക് ചെയ്താൽ ശരിയാവോ, അങ്ങനെയുള്ളൊരു കേസാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബിഗിനർക്ക് നമുക്ക് ആദ്യം ഭയങ്കര പേടിയാണ്, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെങ്കിലും ഭയങ്കര പേടിയായിരിക്കും. അതായത് സ്റ്റിച്ച് ചെയ്താൽ ശരിയാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പേടിയിൽ നമ്മളിങ്ങനെ റൂളും കാര്യങ്ങളൊക്കെ പറയുന്നവരെ കസ്റ്റമറിനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ടെൻഷനാകും. അപ്പോൾ ടെൻഷനാകുമ്പോൾ നമ്മൾ വീണ്ടും എന്താ പറയണ്ടേ, നമ്മൾ ചെയ്തത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഫസ്റ്റ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്കും അറിയാവുന്ന, നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ ചിലർ പറയും മോള് ഞാനിപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ പറയും, മോള് ഇതൊന്ന് തച്ച് തരുമോ, കുഴപ്പമില്ല, മോളെ കൊണ്ട് പറ്റുന്ന പോലെ മതി എന്നൊക്കെ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവതില്ലേ. അതിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ നമ്മുടെ അമ്മ തന്നെ ആയാലും മതി, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ ആയാലും മതി. അപ്പം അങ്ങനെയുള്ളതൊക്കെ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ അവരുടെ ഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ എന്നിട്ട് നമുക്കൊരു മനസ്സിലാവും നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം. അതിനുശേഷം നമ്മൾ മറ്റ് കസ്റ്റമേഴ്സിനെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ആദ്യമേ കയറി നമ്മൾ, അതായത് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ ആദ്യമേ കയറി അവരത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ മൈൻഡ് പെട്ടെന്ന് ഡൗൺ ആവും. അപ്പോൾ നമ്മളെ മൈൻഡ് വിചാരിക്കുക, അയ്യോ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഈ സ്റ്റിച്ചിങ് നമുക്ക് പറ്റിയ പണിയല്ല, ഇതെന്താ എനിക്ക് മാത്രം പറ്റാത്തത് എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാരും നെഗറ്റീവായിട്ട് എടുക്കണ്ട, ഞാൻ നമ്മുടെ ആ ഒരു മൈൻഡിനെ നമ്മൾ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും, നമ്മൾ എത്രയൊക്കെ ചെയ്തു കൊടുത്താലും അവർക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആവത്തില്ല. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ മാക്സിമം എടുക്കാതിരിക്കുക. കാര്യം നമുക്ക് ഒരു തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ മനസ്സിലാവും കസ്റ്റമർ എങ്ങനെയാണോ ഉള്ളതെന്ന്. അപ്പം നമുക്കത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് എടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ എന്തിനാണ് കുറ്റം കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന മറ്റ് ആർക്കൊക്കെയാണോ ഓക്കെ അവർക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ഡെവലപ്പായി വരുന്ന സമയത്ത് എല്ലാവരെയും എടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ബിഗിനേഴ്സിന് വേണ്ടി എന്ന് പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ബിഗിനേഴ്സ് അതായത് ഇപ്പം ആദ്യം ഞാനായിരുന്നാൽ പോലും എനിക്കും ഒത്തിരി പേടിയായിരുന്നു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിയാവോ, അവർക്കിനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഇടുന്ന സമയത്ത്. അപ്പോൾ അത് ഇട്ട് കാണുന്നവരെ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു അങ്ങനെ ഒരുപാട് എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അവർക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഞാൻ ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല, അത് നിങ്ങളാണ് പറയേണ്ടത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം കാര്യം. പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല കസ്റ്റമേഴ്സും ഉണ്ടാവും, ചീത്ത കസ്റ്റമേഴ്സും ഉണ്ടാവും. അപ്പം ഈ രണ്ട് രീതിയും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് തന്നെ ആയാലും നമ്മൾ ഫേസ് ചെയ്യുക, അത് തന്നെയാണ് സ്റ്റിച്ചിങ് ഫീൽഡിലോട്ട് വരുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് ഫീൽഡിലോട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും വേണ്ടതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ വേണം. കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ആയിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ തുണിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ അളവിലൊക്കെ ചേഞ്ചുകൾ വരും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് അളവെടുത്ത് അതൊരു മെഷർമെൻറ്റ് നമ്മൾ തുണിയിലോട്ട് ചെയ്യുന്ന സമയത്ത് അത് ഒന്നും കൂടെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാനൊക്കെ നോക്കണം നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും, എനിക്കും വരാറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ആയാലും നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തിരിഞ്ഞു പോകും, ലൈനിങ് ഒക്കെ തിരിഞ്ഞു പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുറേ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ പറ്റാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്രൗഡഡ് ആയിട്ടിരുന്ന് ചെയ്യാതെ നമ്മൾ നമ്മുടെ ഒരു പ്രൈവസി ക്രിയേറ്റ് ചെയ്ത് ചെയ്യുക. അത് എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ചിലവർക്കൊക്കെ നമുക്ക് ഒരു പ്രൈവസി ഉണ്ടെങ്കിൽ നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലർക്ക് അങ്ങനെയൊന്നുമില്ല, എവിടെയായാലും ചെയ്യും. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പം അല്ലാത്തവർക്ക് നമുക്ക് എങ്ങനെയാണോ കംഫർട്ട് ചെയ്യാൻ ആ രീതിയിൽ നിങ്ങൾ ഒന്നും കൂടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ക്ഷമയാണ്. ഈ ഒരു സ്റ്റിച്ചിങ് ഫീൽഡിന് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി ചെയ്യാൻ നോക്കുക. ഈ ഒരു ക്ഷമയുടെ കേസ് പറയുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതായത് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഈ ഒരു ഫീൽഡിലോട്ട് തിരഞ്ഞെടുക്കുക. അല്ലാത്തവർ അവർക്ക് ഏതാണോ ഇൻട്രസ്റ്റ് ആ രീതിയിൽ പോവുക. അല്ലാതെ ആരെയും നിർബന്ധ പ്രകാരമൊന്നും ഈ ഒരു ഫീൽഡ് ചെയ്യാൻ നോക്കരുത്. കാര്യം അത് നമുക്ക് അത്ര സക്സസ്ഫുൾ ആവണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബിഗിനർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്യാഷിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും. മിക്കുള്ളവരും ചിന്തിക്കുന്ന ബിഗിനർ ആകുമ്പോഴത്തേക്കും നമ്മൾ ക്യാഷ് വാങ്ങാതെ വിടും. അപ്പം നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്നത് ഓക്കെ, കുഴപ്പമില്ല എന്ന് വെച്ചാൽ അവർക്ക് ഓക്കെ ആണ്. അവർ വീണ്ടും നമുക്ക് ആ ഒരു മെറ്റീരിയൽ കൊണ്ടുവരുവാണ്, അല്ലെങ്കിൽ മറ്റൊരു ഡ്രസ്സ് തയ്ക്കാൻ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായും ക്യാഷ് വാങ്ങുക. അല്ലാതെ ബന്ധുവാണ് അങ്ങനെ ആക്കി നമ്മൾ ക്യാഷ് വാങ്ങാതിരിക്കരുത്. അത് പറയാൻ കാര്യം ഇപ്പം വാങ്ങാതിരിക്കുന്നത് തന്നെയായിരിക്കും പിന്നീടും തുടരുന്നത്. പിന്നീട് നമുക്കത് പോകെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. കാര്യം അവർ ചിന്തിക്കുക ക്യാഷ് കൊടുത്താലേ അവൾ വാങ്ങത്തില്ലല്ലോ, പിന്നെ എന്തിനു കൊടുക്കുന്നതെന്ന് അവർ ചിന്തിക്കും. അവർ തരണമെങ്കിൽ തരട്ടെ എന്നും പറഞ്ഞിരിക്കും. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിൽ നമുക്ക് ക്യാഷ് കിട്ടത്തില്ല. അതുകൊണ്ട് ആദ്യമൊക്കെ നിങ്ങൾ ചെയ്യുന്ന ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൺസിഡറേഷനൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷെ പിന്നീട് നമ്മൾ ആ ഒരു വ്യക്തിനെ പിന്നീട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാഷ് വാങ്ങുക. മാക്സിമം ആദ്യം തൊട്ടേ വാങ്ങാൻ നോക്കുക. ഇപ്പം നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് വാങ്ങുന്ന ഒരു 100 രൂപയ്ക്കാണ് പുറത്ത് തച്ച് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ പകുതി 50 ആദ്യം ഒന്ന് വാങ്ങുക. പിന്നീട് ആകുമ്പോഴത്തേക്ക് നമ്മൾ പുറത്ത് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ റേറ്റ് വാങ്ങുന്നത് ആ റേറ്റ് തന്നെ നിങ്ങൾ വാങ്ങാൻ നോക്കുക. വാങ്ങാതിരിക്കരുത്. പൈസ ചോദിച്ച് തന്നെ വാങ്ങണം. എനിക്കൊക്കെ പറ്റിയ ആദ്യം മണ്ടത്തരം അങ്ങനെയാണ്. ഞാൻ പൈസ വാങ്ങത്തില്ല, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ നമുക്ക് ഫ്രീ ആയിട്ടേ പോകത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിന് നമുക്കൊരു പ്രതിഫലം കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ്സായിട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നീട് അതിലോട്ട് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കുറയും. അപ്പം അതുകൊണ്ട് പക്ഷേ നമുക്ക് പൈസ കിട്ടുവാണെങ്കിൽ നമുക്കിത് ചെയ്താൽ പൈസ കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റിൽ നമ്മൾ ചെയ്യും. ഇല്ല എങ്കിൽ ഇത് ചെയ്തിട്ട് എന്തിനാ, നമുക്ക് വെറുതെ ഒരു കാര്യവും ഇല്ലല്ലോ എന്നുള്ള ചിന്ത വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ പൈസ ചോദിച്ച് തന്നെ വാങ്ങുക. അപ്പം നമ്മൾ പണിയെടുത്തതിൻ്റെ പൈസയില്ലേ, അപ്പം അതിൽ വേറെ നാണക്കേട കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. അപ്പം എനിക്ക് പറ്റിയ അബദ്ധമാണ് ഇങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെയും പറയണം, നിങ്ങൾ ചോദിച്ചു തന്നെ വാങ്ങുക. നിങ്ങൾ പണിയെടുത്ത കാശല്ലേ, അപ്പം നിങ്ങൾക്ക് ചോദിക്കാനുള്ള റൈറ്റും ഉണ്ട്. ചോദിക്കാതെ തന്നെ തരേണ്ട അതും കസ്റ്റമേഴ്സിനുണ്ട്. പിന്നെ ചില ബിഗിനേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് ചിലർക്ക് ഇപ്പം നമ്മുടെ യൂട്യൂബിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി ചാനലും കാര്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇന്നത് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയത്തില്ല, ഒരു പുറത്ത് പോയി പഠിച്ചാലേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയെന്നുള്ള രീതിയിലൊന്നും നിൽക്കരുത്. നിങ്ങൾക്ക് കുറച്ചൊക്കെ സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ കുറേ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് ഉള്ള ഒരു ചാനൽ നോക്കുക. നിങ്ങൾക്ക് അത് നോക്കി തന്നെ പഠിച്ച് നമുക്ക് അതിലൊരു എക്സ്പീരിയൻസ് ആവും. എക്സ്പീരിയൻസ് ഇല്ലാന്ന് വെച്ചാൽ ആരും വിഷമിക്കുകയെന്ന് വേണ്ട. നമ്മൾ ചെയ്യുന്നതിലൂടെ ആയിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് വരുന്നത്. ആദ്യം നമുക്ക് തന്നെ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെയൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഒരുപാട് ചെയ്യുന്നതിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് മാത്രമല്ല, നമുക്കൊരു കോൺഫിഡൻസ് കൂടെ കിട്ടും. നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. ഒരെണ്ണം ചെയ്തപ്പോൾ ചിലപ്പോൾ പാളിപ്പോയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ചിന്തിക്കരുത് ഇത് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ള രീതിയിൽ പോവരുത്. നിങ്ങൾ വീണ്ടും ചെയ്ത് നോക്കുക. ചിലപ്പോൾ പാളിപ്പോവാം, വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓക്കെ ആവും. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വളരെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ഫീൽഡിലോട്ട് തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയ കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക, പിന്നെ സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.